ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. 133 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരർ ഏക മനസ്സോടെ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. ഇത് ഗാനരൂപത്തിലാക്കി ആലപ്പുഴ IMSലെ മുൻപ് സുപ്പീരിയർ ആയിരുന്ന ബഹുമാനപ്പെട്ട വിനയാനന്ദച്ചൻ, ഇപ്പോൾ അച്ഛൻ കണ്ണൂർ IMS ധ്യാനകേന്ദ്രത്തിൽ ഇരിട്ടി അവിടെ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇങ്ങനെ പല സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പാട്ടുകൾ തന്നെയാണ്. അച്ഛൻ ഇതുപോലെ പാട്ടുകൾ പാടുകയും കാസറ്റ് CD ഒക്കെ ആക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള രീതിയിൽ. അപ്പോൾ അതിൽ എന്നെ സ്പർശിച്ചിട്ടുള്ള മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ പാടി പഠിപ്പിച്ചിട്ടുള്ള അച്ഛൻ്റെ ധ്യാനത്തിൽ ഞങ്ങൾ പഠിച്ച ആ ഒരു വരികളുടെ ഭാഗമാണിത്. അത് 133 സങ്കീർത്തനം, കൊച്ചു സങ്കീർത്തനം. സഹോദര ഏക മനസ്സായി ഒരുമിച്ചു വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. തുടർന്ന് പറയുകയാണ്: അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്ത് പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് അത്. ഏത് സഹോദരന്മാർ ഐക്യത്തോടെ വസിക്കുന്നത് ഇപ്പം നടക്കുമെന്ന് പറയും. നടക്കേണ്ട കാര്യം, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും 133 സങ്കീർത്തനം 1 മുതൽ 3 വരെ, അത്ര ഉള്ളു വാക്യം, ചെറിയ സങ്കീർത്തനം. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത്. മഞ്ഞുതുള്ളിയില്ലേ, നിർമ്മലമായ മഞ്ഞുതുള്ളി. ഹെർമോൺ തുഷാരം എന്ന് പറഞ്ഞാൽ മഞ്ഞുതുള്ളിയാണ് അല്ലേ. ഇങ്ങനെ മഞ്ഞുകാലത്ത് ഇലകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ മഞ്ഞുതുള്ളി തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. ദാവീദിൻ്റെ ഈ സങ്കീർത്തനം സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് ദൈവാത്മാവ് അദ്ദേഹത്തിനുള്ളിൽ കൊടുത്ത വരികൾ അത്ര നിർമ്മലമായൊരു കാര്യമാണ് സഹോദര സ്നേഹം. അതുകൊണ്ട് തന്നെ സാത്താൻ അറിയാം, സഹോദരന്മാർ തമ്മിൽ പണി കൊടുത്താൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലോകം തലകീഴ്മേൽ ആയിക്കൊള്ളുമെന്ന്. ഒരു കഥ വായിച്ചത് ഓർക്കുകയാണ്. അതായത് ഒരിടത്ത് 2 സഹോദരന്മാരുണ്ടായിരുന്നു. കഥ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. അപ്പോൾ ഈ സഹോദരന്മാർ വളരെ സ്നേഹത്തിലാണ് ജീവിച്ചത്. അവരിങ്ങനെ ഗോതമ്പ് കൃഷി ചെയ്ത് ജീവിച്ച് തുല്യമായിട്ട് വീതിച്ചെടുത്തിരുന്നു. മൂത്തയാൾ വിവാഹം കഴിച്ച് അയാൾക്ക് 5 മക്കളുണ്ടായിരുന്നു. ഇളയ സഹോദരനാകട്ടെ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവർ വളരെ സന്തോഷത്തോടെ ഈ കൃഷി ചെയ്തെടുക്കുന്നതിൻ്റെ പങ്ക് തുല്യമായിട്ട് 2 ഭവനങ്ങളിൽ അവർ താമസിച്ചിരുന്നത് പങ്കിട്ടെടുക്കുമായിരുന്നു. പക്ഷേ ഈ ഇളയ സഹോദരൻ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ മൂത്ത സഹോദരൻ വിവാഹിതനാണ്, അദ്ദേഹത്തിന് 5 കുട്ടികളുമുണ്ട്. അപ്പോൾ ഈ തുല്യം കിട്ടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇത്രയും പേരില്ലേ, ഈ സമ്പത്ത് പോരാ എന്ന് ചിന്തിച്ചു. അങ്ങനെ അത് കൊടുക്കാൻ ആലോചന ചോദിച്ചപ്പോൾ ചേട്ടൻ സമ്മതിച്ചില്ല. ചേട്ടന് അനുജന് കൂടുതലുണ്ടാകണം, അനുജന് ചേട്ടന് കൂടുതലുണ്ടാകണം, അങ്ങനത്തെ ചിന്തയാണ്. ഇന്നൊട്ടുമില്ലാത്തൊരു സംഗതിയാണ്. എങ്ങനെയെങ്കിലും ആട്ടി പുറത്താക്കാം, അടിച്ചെടുക്കാം. ഇതാണ് നാട്ടിൽ നടക്കുന്ന അവസ്ഥ. ഈ അടുത്തിടെ 2 സഹോദരിമാർ വന്ന കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചിട്ട് അത്യാസനയിൽ കിടക്കുന്ന അമ്മേനെ കാണാൻ വേണ്ടി അരമണിക്കൂറാണ് കിട്ടിയത്. അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും അരമണിക്കൂർ പോയി കാണാൻ പറ്റും. അപ്പോൾ അരമണിക്കൂറായി ഇറങ്ങിക്കോ എന്ന് പറയും. അവസാനം ആ സ്ത്രീ മരിച്ചു. ഇതൊക്കെ എവിടെ വെച്ച് തീർക്കാനാണ്. അപ്പോൾ ഈ കഥയിലേക്ക് തന്നെ വരാം. ഇങ്ങനെ അനുജൻ രാത്രി ആകുമ്പോൾ
തൻ്റെ പത്തായ പുരയിൽ നിന്ന് തലയിൽ ഗോതമ്പ് ചാക്ക് ചുമന്ന് ജ്യേഷ്ഠൻ്റെ പത്തായ പുരയിൽ കൊണ്ടുപോയിടും. നേരെ കൊണ്ടുപോയി കൊടുത്താൽ അയാൾ മേടിക്കത്തില്ല. അപ്പോൾ പക്ഷേ ജ്യേഷ്ഠനായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് എൻ്റെ അനന്തരാവകാശികളും ഭാര്യയും മക്കളെല്ലാം ഉണ്ട്, പക്ഷേ തൻ്റെ സഹോദരൻ വിവാഹം കഴിക്കാതെ നിൽക്കുകയാണല്ലോ, അവന് പ്രായമായി തുടങ്ങി, ഇവൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും, അവൻ്റെ ഭാവി അപകടത്തിലാകുമല്ലോ. അപ്പോൾ ജ്യേഷ്ഠൻ ചിന്തിച്ചു, തൻ്റെ പത്തായ പുരയിൽ നിന്ന് തലയിൽ രാത്രി ഗോതമ്പ് ചാക്കുമായി അനുജൻ്റെ പത്തായപ്പുരയിൽ കൊണ്ടുപോയി ഇടാൻ തുടങ്ങി. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചതും ഇടാൻ തുടങ്ങിയതും ഏതാണ്ട് അടുത്തടുത്ത ദിവസങ്ങളിലാണ്. പക്ഷേ രണ്ടുപേരും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കൊടുക്കുമെങ്കിലും രണ്ടുപേരുടെയും പത്തായപ്പുരയിലെ ഗോതമ്പ് തീർന്നു പോയില്ല. അത് അതേപോലെ തന്നെയുണ്ട്. കൊടുക്കും തോറും ഏറുന്ന ധനമാണ് പങ്കുവെക്കൽ. ആ സമ്പത്ത് ദൈവം അരുളി ചെയ്തതുപോലെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇവരുടെ സമ്പത്ത് കുറയുന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രിയിൽ ഗോതമ്പ് ചാക്ക് കൊണ്ടുപോയി ഇടുന്നു. അനുജൻ തലച്ചുമടായി കൊണ്ടുപോയി ചേട്ടൻ്റെ പത്തായപ്പുരയിലിടും, ചേട്ടൻ രാത്രിയാകുമ്പോൾ അനുജൻ്റെ പത്തായപ്പുരയിൽ കൊടുക്കും. പക്ഷേ ഇത് എത്ര ദിവസമാണ്? ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ വഴിമധ്യേ കണ്ടുമുട്ടി. ഗോതമ്പ് ചാക്കും ചുമന്നുകൊണ്ട് വരുന്ന ജ്യേഷ്ഠനും ഗോതമ്പ് ചാക്കും ചുമന്നുകൊണ്ട് ചേട്ടൻ്റെ പത്തായപ്പുരയിലേക്ക് പോകുന്ന അനുജനും രണ്ടുപേരും ഈ സംഭവം പങ്കുവെച്ചു, പൊട്ടിക്കരഞ്ഞു, കെട്ടിപ്പിടിച്ചു. നാട്ടുകാരെല്ലാം ഈ സംഗതി അറിഞ്ഞു. സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട്. ഇതാ അവനറിയാതെ താൻ ചെയ്തതും താൻ ചെയ്യാതെ ചേട്ടനറിയാതെ താൻ ചെയ്തതും അനുജനറിയാതെ ജ്യേഷ്ഠൻ ചെയ്തതും ഇതാ അവിടെ വെളിപ്പെടുകയാണ്. രാത്രിയാണെങ്കിലും ഇവരുടെ കെട്ടിപ്പിടുത്തവും കരച്ചിലും ജനങ്ങളെല്ലാം ഈ വാർത്ത അറിഞ്ഞു. എല്ലാവരും കണ്ണുനീർ തുടച്ചു, എല്ലാവരും അതിശയിപ്പിച്ചു. ഈ കാലത്ത് ആരാ ഇങ്ങനെയുള്ളത് പങ്കുവെക്കുന്നവർ? എന്തായാലും പരസ്പരം സഹായിച്ച സ്നേഹിച്ച ആ സഹോദരങ്ങൾ രണ്ടുപേരും പുറകെ ഉള്ള കാലങ്ങളിൽ മരിച്ചുപോയി. പക്ഷേ പിന്നീട് ആ നാട്ടിൽ ഒരു സ്നേഹത്തിൻ്റെ സ്മാരകം പണിയുന്നതിനെക്കുറിച്ച് നാട്ടുകാരെല്ലാം ആലോചിച്ചു. ജാതി മത ഭേദമന്യേ ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 2 മിഷനറി ശുശ്രൂഷ, ജാതിയില്ല മതമില്ല, ശുശ്രൂഷ ചെയ്യുന്ന വന്ദന സിസ്റ്ററെയും പ്രീതി സിസ്റ്ററിനെയും ഛത്തീഗഡിലിട്ട് 9 ദിവസം ഒരു കാരണമില്ലാതെ കള്ളക്കേസും കെട്ടിച്ചമച്ച് ജയിലിലിട്ടിട്ട്, എന്നിട്ട് അവർക്ക് ഒരു പരാതിയില്ല. കർത്താവിൻ്റെ നാമത്തെ പ്രതി നന്മ ചെയ്തിട്ട് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടും അവർ നിരുപാധികം പുറത്തു വന്നു. അപ്പോൾ ഇതിനു വേണ്ടി സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതാ യേശുവിൻ്റെ നാമത്തെ പ്രതിയുള്ള ഇങ്ങനെയുള്ള സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോരുത്. നമ്മുടെ ജീവിതത്തിലുണ്ടായേക്കാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു തരത്തിലായിരിക്കാം. നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ മക്കളോ അല്ലെങ്കിൽ പങ്കാളിയോ പോലും അല്ലെങ്കിൽ അയൽവാസിയോ പോലും നിങ്ങൾ കരണ്ട് കൊടുത്തവർ, വെള്ളം കൊടുത്തവർ, വഴിക്ക് സ്ഥലം വിട്ടു കൊടുത്ത് അവർ ചിലപ്പോൾ ഒട്ടും മൈൻഡ് ചെയ്യത്തില്ല. അവരായിരിക്കും ഏറ്റവും കൂടുതൽ പണി തരുന്നത്. പക്ഷേ അതെല്ലാം ദൈവനാമത്തിലായിരിക്കട്ടെ നമ്മൾ ചെയ്ത പ്രവൃത്തി. യഥാർത്ഥ പ്രതിഫലം അവരാരും തന്നില്ലെങ്കിലും ദൈവം തരും. കണ്ണാണ കൈയാണ കാലാണ വളരുന്നത്. ഇന്നൊരമ്മ പറഞ്ഞ ഇത് അവർക്ക് വേണ്ടി ജീവിച്ചു. പക്ഷേ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ആ അമ്മയെ കരിവേപ്പല പോലെ അപ്പനും മക്കളും ഒറ്റക്കെട്ടായിത്തീരുന്ന, അല്ലെങ്കിൽ മദ്യം കൊണ്ട് കൂട്ടുകൂടുന്നവർ തമ്മിൽ ഒറ്റക്കെട്ടായി അതിന് എതിര് നിൽക്കുന്നവരും കൂടാത്തവരും പ്രാർത്ഥിക്കുന്നവരെയും അധികപ്പറ്റാക്കുന്ന അവസ്ഥ. അപ്പോൾ നമ്മുടെ ഈ കഥയിൽ ഇതാണ്. നാട്ടുകാർ ജാതി മത ചിന്തകൾക്കതീതമായ ഒരു സ്മാരകം പണിയാനായിട്ട് തീരുമാനിച്ചപ്പോൾ അത് എവിടെ പണിയണമെന്ന് ആലോചന ഉണ്ടായപ്പോൾ എതിർപ്പുകളില്ലാതെ ഒറ്റക്കെട്ടായിട്ട് വന്ന അഭിപ്രായം ഇതാണ്. അന്ന് ഗോതമ്പ് ചാക്കുമായി ഈ 2 സഹോദരന്മാർ തമ്മിൽ കണ്ടുമുട്ടി അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ, സന്തോഷം പങ്കുവെച്ച, ആനന്ദ കണ്ണീരണിഞ്ഞ ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഇടം, ഇതിനേക്കാൾ വിശുദ്ധമായ സ്ഥലം ഈ ഭൂമിയിൽ വേറെയില്ല. അങ്ങനെ അവിടെ ആ നാട്ടിലെ സ്നേഹത്തിൻ്റെ സ്മാരകം പണിതപ്പോൾ വിശുദ്ധമായ ആ സ്ഥലത്ത് പണിയുകയാണ്. നമ്മളെല്ലാം പലവിധ ശുശ്രൂഷ മേഖലകളിലും ജോലികളിലും പ്രവർത്തനങ്ങളിലും ആയിരിക്കുന്നവരാണ്. ഇതുപോലത്തെ ഒരു വിശുദ്ധി, ഇനി സഹോദരന്മാരുടെ കാര്യം പോട്ടെ, അത് പോകാനുള്ളതല്ല. നമ്മൾ നിൽക്കുന്ന നട്ടടം സ്വർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാം ചെയ്യും, പക്ഷേ കുശുമ്പും കുറുമ്പും കുന്നായ്മയും ഒഴിഞ്ഞിട്ട് വേറെ നേരമില്ല. 1 Corinthians 3:3 പറയും, അസൂയയും തർക്കവും നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ. ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയും, പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറയും. പ്രൈസ് ദി ലോർഡിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അപ്പം മരിച്ചിട്ട് 21 വർഷമായി. അപ്പം പറയും ആത്മീയ ഐക്യം. ആത്മീയ ഐക്യമുള്ളവർ തമ്മിൽ പറയുന്നതാണ്
പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത്, കരിസ്മാറ്റിക് നവീകരണത്തിൽ വരുന്നത്. പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാൽ അത് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കും. അപ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ളവർ പ്രൈസ് ദ ലോർഡ് പറയും. എന്നിട്ട് പ്രൈസ് ദ ലോർഡ് വാക്കുകൊണ്ട് പറഞ്ഞാലും മാറി നിന്നിട്ട് വിശുദ്ധ വാരയാകുന്ന, അല്ലെങ്കിൽ ആൾ പോയി കഴിയുമ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിൽ പോകുന്ന ആൾക്ക് വേറെ ധ്യാനകേന്ദ്രത്തിൽ പോണവരെ കണ്ടുകൂടാ, ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നവർക്ക് വേറെ പ്രാർത്ഥനയെ കണ്ടുകൂടാ, ഒരു സഭാവിഭാഗത്തിലുള്ളവർ അവരുടെ സ്വഭാവത്തിലുള്ളവരെ തന്നെ കണ്ടുകൂടാ, വേറെ സഭയുടെ കാര്യം പോട്ടെ. ഒരു പ്രദേശത്ത് വസിക്കുന്നവർക്ക് അയൽവാസി ശരിയല്ല, അല്ലെങ്കിൽ ആ ജാതിക്കാർ ശരിയല്ല, ഈ ജാതിക്കാർ ശരിയല്ല. രക്തം കൊടുക്കുമ്പോൾ, കിഡ്നി കൊടുക്കുമ്പോൾ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ, അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ ഒന്നും ഇതൊന്നും കേൾക്കാറില്ലല്ല. പണ്ടൊക്കെ നമ്മുടെ ബോബി ജോസച്ചൻ എഴുതിയത് വായിച്ചിട്ടുള്ളത് ഓർക്കാണ്. ഈ നാട്ടിൻപുറത്തെ ചായക്കടകളിലൊക്കെ ജാതി ചിന്തകൾക്ക് അതീതമായിട്ട് എല്ലാവരും ചായയൊക്കെ കുടിച്ച് പേപ്പറൊക്കെ വായിച്ച് സൊറയൊക്കെ പറഞ്ഞ് എല്ലാം മറന്ന് സന്തോഷം പങ്കിട്ട് ചിരിച്ച് അവർ, അപ്പോൾ അത് ആ ഇടം ദേവാലയത്തേക്കാൾ എത്രയോ മനോഹരമായി തിരികെയാണ്. പക്ഷേ ഒരു ദേവാലയത്തിനകത്തേക്ക് വരുമ്പോൾ രമ്യതപ്പെടാതെ ബലിയർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരേ പ്രദേശത്തുനിന്ന് വരുന്നു, പക്ഷേ ഭിന്നതയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഒരേ റീത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ, ഒരേ പള്ളിയിലെ ആളുകൾ തമ്മിൽ, ഒരേ പ്രദേശത്തെ ആളുകൾ തമ്മിൽ ഇതാ മുനയുള്ള നോട്ടവും ചോദ്യങ്ങളും അഭിപ്രായങ്ങളും കുത്തുവാക്കുകളും അഭിപ്രായ ഐക്യമില്ലാത്ത, രമ്യതയില്ലാത്ത അവസ്ഥ. എന്നിട്ട് പോയി നാക്ക് നീട്ടി വിശ്വ കുർബാനയെ സ്വീകരിക്കും. ചിലർ ആണ്ടിലൊരിക്കലേ കുർബാന സ്വീകരിക്കുള്ളൂ ഈ പേരും പറഞ്ഞാൽ. അതും തെറ്റാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം, ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് കർത്താവിൻ്റെ വാക്ക്. ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കട്ടെ നിൻ്റെ വലിയ ശരീരവും രക്തം എന്ന് പറയാനല്ല. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. അവിടെ പറഞ്ഞു ഈ വൃക്ഷത്തിൻ്റെ പഴം നിങ്ങൾ വിലക്കപ്പെട്ട, അത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് അവർക്ക് അതാ വേണ്ടത്. ഇന്ന് ചെയ്യരുതെന്ന കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് ചെയ്യണം. എന്നാൽ ഇന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. കുർബാനക്ക് പോകാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, കൂട്ടായ്മ വരാൻ നേരമില്ല. ഒറ്റത്തടിയായിട്ട് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ കൃപ, കുറച്ച് എന്തെങ്കിലും കാരിസോ ദർശനമോ എന്തെങ്കിലും 2 വചനമോ ഒക്കെ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും അവസാനം പൊക്കി വിട്ടവനെയും പഠിപ്പിച്ചു കൊടുത്തവനെയും കുമ്പസാരിപ്പിച്ച അച്ഛനെയും ധ്യാനിപ്പിച്ച ധ്യാനഗുരുവിനെയും കൗൺസിൽ ചെയ്തവരെല്ലാം ചവിട്ടിത്താഴ്ത്തുന്ന, കൂടെ നിൽക്കുന്നവരെ ചവിട്ടിത്താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും പോകാറില്ലേ എന്ന് ചിന്തിക്കുക. ഇനി കൂടപ്പറപ്പങ്ങളുടെ കാര്യത്തിലും അവർ നമ്മളെപ്പോലെ കരിസ്മാറ്റിക്കിലും നവീകരണത്തിലേക്കൊക്കെ വന്നില്ലെങ്കിലും, പ്രത്യേകിച്ച് പ്രാർത്ഥനക്കാരുടെ ഇടയിൽ ഇതാണ്, പ്രാർത്ഥനക്കാരോട് മാത്രം വൈരാഗ്യം, സ്വന്തം രക്തബന്ധത്തോട് പോലും വെറുപ്പും വൈരാഗ്യം, സ്വന്തം കുടുംബത്തിലുള്ളവരോട് ശത്രുത. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അമ്മായിയമ്മ പോകുന്ന പ്രാർത്ഥനയ്ക്ക് മരുമോള് പോകില്ല, മരുമോളും മോനും പോകുന്ന പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും അവരും പോകത്തില്ല. എവിടെ പോയാലും ഇത്രയിടം നന്നായില്ലെങ്കിൽ ബാക്കി എന്തെല്ലാം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമുക്ക് ഈ സഹോദര സ്നേഹത്തിലേക്ക് തന്നെ കടന്നു വരാം. അതിനെക്കുറിച്ച് വചനം പങ്കുവെക്കുന്നത് എങ്ങനെയാണ്? 1 യോഹന്നാൻ 3:17 പറയുന്നുണ്ട്, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയമടക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? തെരുവിൽ കിടക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ പള്ളി പണിത് കൊടുക്കുന്നു, ബാരിഷാൾ കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ആളുകളെ ധ്യാനത്തിൽ പറഞ്ഞു വിടുന്നു, സ്പോൺസർഷിപ്പൊക്കെ ചെയ്യുന്നു, പേരൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുന്നു, വായിക്കുന്നു. പക്ഷേ സ്വന്തം സഹോദരൻ, സ്വന്തം രക്തം ദൈവത്തെ വിളിച്ച് കരയുന്നുണ്ടോ? കൂടപ്പറപ്പങ്ങൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ 10ൻ്റെ നോട്ട് പെട്രോൾ പമ്പിൽ പോയി കെട്ടാക്കി കൊണ്ടുവന്നിട്ട് 10ൻ്റെ 20ൻ്റെ ലക്ഷങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് വസ്തു ഒപ്പിട്ട് മേടിച്ച കഥ, ഒരുപാട് കഥകൾ ഇവിടെ വരാറുണ്ട്. അവസാനം ഈ പറ്റിക്കപ്പെട്ട സഹോദരിമാരും കുടുംബമൊക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അവർ കേസിനും വഴക്കിനൊന്നും പോയില്ല, രമ്യതപ്പെട്ട് അത് വിട്ടേക്കെന്ന് പറഞ്ഞ് ഈശോയുടെ നാമത്തിൽ വിടാൻ പറഞ്ഞിട്ട് വിജാതിയർ അവർ വിട്ടു. പക്ഷേ ഈ പറ്റിച്ച വ്യക്തി, ഒത്തിരി പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ ഉള്ള കുടുംബം, ഈ പറ്റിച്ച വ്യക്തിയും കുടുംബവും അടിഞ്ഞ് താഴ്ന്നു പോയി, അടിച്ച് തകർന്നു പോയി. പറ്റിച്ച് സ്വന്തം രക്തം, കൂടപ്പറപ്പങ്ങളെ പറ്റിച്ച് തുറന്ന വീട്ടിൽ പോയിട്ട് നോക്കിയാൽ മതി എന്നും പറഞ്ഞ് എല്ലാം ഉണ്ട്, പറഞ്ഞ പോലെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഒപ്പിടിച്ച്
വസ്തു തീർച്ച. ഇങ്ങനെ പ്രമാണങ്ങൾ തിരുത്തുന്നവരും ഏത് ഇടപാടിലായാലും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ദൈവത്തിൻ്റെ മുന്നിൽ കണക്ക് കൊടുക്കേണ്ടി വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഓർക്കുകയാണ്. സഹോദരങ്ങളുടെ കള്ളൊപ്പിട്ടെടുക്കുന്നതും വിൽപത്രം തിരുത്തുന്നതും അതുപോലെ ഓരോ കാര്യങ്ങളും. എന്നോടൊരു സഹോദരൻ പറഞ്ഞതാണ്, ബ്രദറെ എനിക്കുള്ളതായിരുന്നു തറവാടും വീട്, ഞാൻ വീട്ടിലെല്ലാം ഏറ്റവും ഇളയ സഹോദരനായിരുന്നു, പക്ഷേ ചേട്ടനും കുടുംബവും മിടുക്കുകൊണ്ട് അതെല്ലാം കൈവശപ്പെടുത്തി ടൗണിലുണ്ടായിരുന്ന ഇത് രണ്ടുപേർക്കും ഒരേപോലത്തെ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടി. പക്ഷേ 30-35 കൊല്ലം ജോലി എടുത്തിട്ടും ജ്യേഷ്ഠൻ്റെ ജോലി സ്ഥിരമായില്ല. അനിയന് ജോലി സ്ഥിരമായെന്ന് കയറിയിടക്ക് തന്നെ അതേപോലെ തന്നെ സ്ഥാപനത്തിൽ 2 പേരിലുള്ള 2 പൊതുമേഖലാ സ്ഥാപനം. അനിയൻ്റെ ജോലി സ്ഥിരമായി, പക്ഷേ മണിക്കൂറുകൾ കൊണ്ടാണ് എറണാകുളത്ത് നിന്ന് അന്ന് ബോട്ടിൽ പോയാലേ എത്തുള്ളൂ. പല ബോട്ട് മാറിക്കയറണം. അവിടെ പോയി കയ്യിലില്ല ഉള്ളതില്ലാത്ത തുച്ഛമായിട്ടുള്ള സ്ഥലം മേടിച്ചപ്പോൾ ഇച്ചിരി ദൈവകൃപ പെട്ട വിലക്ക് പുഴയൊക്കെ കടത്തൊക്കെ കടന്നു പോകണ്ടേ, കിട്ടി. പക്ഷേ ഇന്ന് അത് കണ്ണായ സ്ഥലവും റോഡും വീടും എല്ലാമായി മാറി. മക്കളൊക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നല്ല ലെവലിലായി. പറ്റിച്ചെടുത്ത ചേട്ടൻ്റെ കഥ ബ്രദർ ഇങ്ങനെ പ്രസംഗിക്കണ ആളല്ലേ, അതുകൊണ്ട് ഞാൻ അവരെ കുശുമ്പ് കുത്തുന്നതല്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അവരിപ്പം ഞങ്ങൾ സഹായിച്ചിട്ട് പോലും പോരാതിരിക്കുന്ന അത്ര കഷ്ടസ്ഥിതിയിലാണ് അവർ പിടിച്ചെടുത്ത എല്ലാവർക്കും കൂടി അർഹതപ്പെട്ടത് അല്ലെങ്കിൽ ഇളയ മകനുള്ളതെന്ന് കാരണവന്മാർ പറഞ്ഞതെല്ലാം ചുളിവിൽ അടിച്ചെടുത്തിട്ട് അവനൊന്നും കൊടുത്തില്ല. ഇളയ മകനാണ് എന്നോട് ഈ കഥ പറയുന്നത്. ആര് ത്യാഗം സഹിച്ചോ ദൈവം ആ കുടുംബത്തെ ഒരുപാട് ഉയർത്തി. അവരുടെ സ്ഥാപനത്തിലെ ഏറ്റവും നല്ല ജോലിക്കാരുള്ള അവാർഡ് റിട്ടയർഡ് ആവുന്നതിന് 1 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. ഡൽഹിയിൽ പോയി അത് വാങ്ങി കുടുംബസമേതം വിദേശ ട്രിപ്പ് ടൂറുകൾ ഇന്ന് നല്ല നിലയിൽ മക്കളൊക്കെ ആയിട്ട് ആസ്വദിച്ച് ഏറ്റവും ചെറിയ താഴ്ന്ന ജോലിയിൽ ഏറ്റവും ചെറിയ ശമ്പളക്കാരനായിട്ട് ജീവിച്ചു. പക്ഷേ മേലുദ്യോഗസ്ഥന്മാരുടെ എല്ലാം കണ്ണിലുണ്ണിയായി തീർന്നു. സഹോദരങ്ങൾ പറ്റിച്ചെങ്കിലും ഇന്ന് അവരെ സഹായിക്കേണ്ട സ്ഥിതി, പറ്റിച്ചെടുത്തവരെ സഹായിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി. പലരും ചിന്തിക്കും, എൻ്റെ ഒപ്പം പറയും, നഖം കൊണ്ടുണ്ടാ വയറ് നിറയില്ല. നഖം കൊണ്ടുണ്ടാ വയറ് നിറയും. ഇത്തിരി നഖം നീണ്ടു നിൽക്കുമ്പോൾ അതും വെച്ചുണ്ടാ വയറ് നിറയും. ഒരു പിടി കൈപ്പിടിയിൽ വാരി ഉരുളേക്ക് കഴിക്കണം. ഇതുപോലെ. പക്ഷെ പലരുടെയും വിചാരം ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാമെന്നാണ്. അതുകൊണ്ട് കുറച്ച് നാളൊക്കെ ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിച്ചവർ ബുദ്ധിമുട്ടും. പക്ഷെ ദൈവം എന്നുള്ള ഒരാളുണ്ടെങ്കിൽ അതും അതിൻ്റെ പലിശയും കൂട്ടുപലിശയും, പലിശയുടെ കാര്യം പറയാൻ പാടില്ലെന്ന് പറയും. പക്ഷെ തമ്പുരാൻ വന്ന നഷ്ടങ്ങളെല്ലാം തീർത്ത് അവരോട് വെറുപ്പ് തോന്നാതിരുന്നാൽ മതി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കാലഘട്ടങ്ങൾ ഇതാ സമയത്തിൻ്റെ പൂർത്തിയിൽ ഇതെല്ലാം തിരിഞ്ഞ് കറങ്ങി വരുന്ന ഒത്തിരി സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ആരെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ, ആരെ പറ്റിച്ചെടുത്തോ, ആരെ തള്ളിക്കളഞ്ഞോ, ആർക്ക് കിട്ടാതെ പോയോ അവരെ ദൈവം, സൃഷ്ടിച്ച ദൈവം നമ്മളെ പെരുവഴിയാക്കിയവരെയും പെരുവഴി ആക്കപ്പെട്ട നമ്മളെയും ഇതെല്ലാം ദൈവത്തിൻ്റെ മുൻപിലുണ്ട്. ഇതൊരു പരീക്ഷണമാണ്. പലരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് നേരം വെളുക്കും എന്നൊക്കെ വിചാരിക്കുമെന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ല. അപ്പോൾ അടുത്ത വചനം 1 യോഹന്നാൻ 3:17 കേട്ടത്. തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടോ അവനെതിരെ ഹൃദയം അടക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? സഹോദരനായാലും സഹോദരിയായാലും വർഷങ്ങൾ ഒരേ പറമ്പിൽ താമസിച്ചിട്ട് സഹോദരനും സഹോദരിയൊക്കെ വഴക്കിട്ട് ജീവിക്കുന്നവരാ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് മിണ്ടാത്തത്. അവർ വർഷങ്ങളായ വഴക്കാണ്. ഒരേ മുറ്റത്ത് 2 പ്ലോട്ടായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്ന സഹോദരന്മാരും ഉണ്ട്, സഹോദരിമാരും ഉണ്ട്. ഇത് എവിടെ വെച്ച് തീർക്കാനാ? അടുത്ത വചനം 2 പത്രോസ് 1:7 ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും. ഭക്തി ഉണ്ടെങ്കിൽ ഭക്തി മാത്രം പോരാ, എന്ത് വേണം? സഹോദര സ്നേഹം വേണം. അമ്മയുടെ സ്വത്തൊക്കെ വീതിച്ച് എല്ലാ മക്കൾക്കും കൊടുത്ത്. അപ്പോൾ മക്കളാരുമില്ല, പെൺമക്കളാണ് ഉള്ളത്. ഒരു മകള് കന്യാസ്ത്രീയാകാനും പോയി. എന്നിട്ട്
അവസാനം അമ്മയുടെ അവസാന നാളുകളിൽ ഈ അമ്മയെ നീ നോക്ക് ഞാൻ നോക്ക്, മക്കളൊക്കെ വലിയ വലിയ ഉദ്യോഗാർത്ഥികളെ പണ്ടേ ഉള്ളതൊക്കെ വിറ്റ് പെമ്മക്കളായതുകൊണ്ട് അവരുടെയൊക്കെ പേരിലും ബാങ്കിലും ഒക്കെ ആയിട്ട് കൊടുക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു. ഇതൊന്നും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പേപ്പറിലും വന്ന കേസല്ല, പച്ചയായ ഇതുപോലത്തെ ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഇന്ന് ഞാൻ നാളെ നീ എന്നാ പറയുന്നത്. നമ്മളും മക്കളെ വളർത്തുന്നുണ്ടെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഓർക്കണം. ഭീഷണിയല്ല, ഇത് പച്ചയായ ജീവിതത്തിൽ കാണുന്ന കാഴ്ചകളാണ്. പക്ഷേ അവസാനം അമ്മേനെ ഇട്ട് എന്നിട്ട് കന്യാസ്ത്രീ ആകാൻ പോയ മകള് വേണമെങ്കിൽ വന്ന് നോക്കട്ടെ, അവൾ നാട്ടുകാരെ നോക്കുന്നതിനേക്കാൾ ആദ്യം സ്വന്തം അമ്മേനെ നോക്കട്ടെ. അതിനും അവരേറ്റിരിക്കുന്ന ജോലികൾ ടീച്ചറോ നേഴ്സോ ഒക്കെ, അതോടൊപ്പം മിഷൻ സ്റ്റേഷനുകളിൽ പ്രവർത്തനങ്ങളുണ്ട്. ഇതൊന്നും ഇവർക്ക് മനസാക്ഷിയില്ല. വേണമെങ്കിൽ വന്ന് നോക്കിക്കോ, അല്ലെങ്കിൽ ഇത് അവിടെ കിടക്കും, ഞങ്ങൾ നോക്കൂലെന്ന് പറഞ്ഞിട്ട് തട്ടുന്നത് അവരുടെ അറിവുകേടാണ്. ബുദ്ധി കൊണ്ട് അറിവുണ്ടായിട്ടും ഉദ്യോഗസ്ഥരായിട്ടൊന്നും കാര്യമില്ലല്ലോ. അതുകൊണ്ട് പ്രഭാഷകൻ 3:4 അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ സമൂഹത്തിൻ്റെ പല പല രംഗങ്ങളിൽ വ്യാപരിക്കുന്നവരായിരിക്കാം. പക്ഷെ മാതാപിതാക്കന്മാരുടെ കണ്ണീര് വീഴ്ത്തരുത്. സഹോദരങ്ങളെ കഴിവ് കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ വാചാലത ഇല്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിവോ പിടിപാടോ ഉള്ളത് കൊണ്ടോ ഒന്നും ഇതാ കൂടപ്പറപ്പങ്ങളെ അടിച്ചമർത്തരുത്. രക്തത്തെ തിരിച്ചറിയണം. എന്നോടൊരു വക്കീൽ പറഞ്ഞ ഇതാ ഭയങ്കര വഴക്കാ, വർഷമായിട്ട് പോക്കില്ല, മിണ്ടില്ല, മരിച്ച കൂട്ടില്ല, പോയില്ല, വന്നില്ല, കല്യാണം വിളിച്ചില്ല. പക്ഷേ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നതോ അല്ലെങ്കിൽ ഔദ്യോഗിക രേഖകളുമായി ബന്ധപ്പെട്ട ഫോം ഫില്ല് ചെയ്യുമ്പോൾ അപ്പൻ്റെ പേര്, അമ്മയുടെ പേര്, അഡ്രസ്സ്, എത്ര സഹോദരങ്ങൾ, സഹോദരനില്ല, സഹോദരി ഇല്ലെന്ന് പറയുമ്പോൾ അത് അൺകംപ്ലീറ്റ് ആണ്. അത് റോങ് ഇൻഫർമേഷനായി തീരും. ആരുടെ മുമ്പിൽ ഇല്ല, പോക്കില്ല, വരവില്ലെന്ന് പറഞ്ഞാലും അതിലെല്ലാ രേഖകളുണ്ട്. അതുപോലെ DNA പരിശോധിക്കുമ്പോൾ, രക്തം പരിശോധിക്കുമ്പോൾ രക്തബന്ധം, ആ ബന്ധങ്ങൾ തിരിച്ചറിയും. വാഗൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടോ വെട്ടിമുറിച്ചത് കൊണ്ടൊന്നും ഇതകന്നു പോകത്തില്ല. ദൈവം ചേർത്ത് വെച്ച കണ്ണികളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ആബേലിൻ്റെ രക്തം വീണ ആ ഭൂമിയിൽ കായനോട് ചോദിക്കും, നിന്റെ സഹോദരൻ എവിടെ? ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഭക്താനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഭക്തിയെ, ക്ഷമയെ ഭക്തി കൊണ്ട്. അപ്പം ക്ഷമ വേണം. ക്ഷമിക്കാൻ സാധിക്കണമെങ്കിൽ വേണം ഭക്തി വേണം. ഇനി ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും അല്ലെങ്കിൽ വേദന ഓടിക്കളിക്കണം. ഇവിടെ ഒത്തിരി കേസുകൾ വരാറുണ്ട്. കാരണം കണ്ടുപിടിക്കാനല്ല. പറയുമ്പോൾ എന്താ, ഭാര്യയുടെ ആങ്ങളനോട് കൊടിയ വെറുപ്പ്, അതുപോലെ ആങ്ങളനോട് വെറുപ്പ്, സ്വന്തം ചേച്ചിയോട് ഭയങ്കര വെറുപ്പ്, അനിയത്തിയോട് വെറുപ്പ്, ചേട്ടനോട് വെറുപ്പ്, അനിയനോട് വെറുപ്പ്. അവർ ചിലർ മരിച്ചുപോയി, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും ഇപ്പോൾ അറിയില്ല. മരിക്കാറായി കിടന്നിട്ട് മരിക്കാത്ത ആൾക്ക് വേണ്ടി ഡോക്ടർ പറഞ്ഞു ആരെങ്കിലും വരാണ്ടെങ്കിൽ കണ്ടോട്ടെ, വന്നോട്ടെ എന്ന് പറഞ്ഞ് 3 വർഷമായിട്ട് കിടന്ന് നിറയിച്ച് കിടക്കുന്ന വ്യക്തി, ആരുമില്ലെന്ന് പറഞ്ഞു. അവസാനം അവരുടെ മൂത്ത മകനോട് ഞാൻ ചോദിച്ചു, ഉണ്ടല്ലോ ഇനിയും വരാത്ത. അപ്പോഴാ പറഞ്ഞത്, എന്നെ കൊന്നു കളയും അറിഞ്ഞ. അപ്പയും മമ്മിയൊക്കെ എതിരായിരുന്നു. പപ്പ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. മമ്മി പറയുന്നത് പപ്പയുടെ സ്വന്തം സഹോദരൻ, ശപിക്കപ്പെട്ട വർഗം എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള എന്തോ അങ്ങും വാശി ഉണ്ടായിട്ടുണ്ട്. അവരെ കെട്ടിയാൽ പിന്നെ ഞാൻ ഈ കുടുംബത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. പക്ഷേ അവസാനം മരിക്കാതെ കിടക്കുമ്പോൾ അവരെ അറിയിക്കാൻ ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും, അത്രക്കാ വെറുപ്പെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നുണ്ടാന്ന് ചോദിച്ചു. അവൻ ചോദിച്ചു. അങ്ങനെ മകൻ അവരെ അറിയിച്ചു. അരമണിക്കൂറിൽ അവർ വന്ന് നിന്ന് ആ കട്ടിലിൻ്റെ ഇവിടെ ഒരു 5-10 മിനിറ്റ് നിന്നു. കൈയൊഴിഞ്ഞിട്ടിരിക്കുന്ന കേസ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നാളുകളായി കിടക്കുന്നു. വീട്ടിൽ കൊണ്ടുപോയി അവർ നിന്ന് പ്രാർത്ഥിച്ചിട്ട് 10 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോയി. അവരിറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, രോഗി മരിച്ചെന്നുള്ള വിവരമാണ് കിട്ടിയത്. കിടന്ന് വലിയുന്നത് കണ്ടിട്ടുണ്ട്. ഈ വെറുപ്പം വെച്ച് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. സഹോദര സ്നേഹം മാത്രം പോരാ, പങ്കുവെക്കൽ വേണം. പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുക്കണം, ഉള്ളതെങ്കിലും കൊടുക്കുക. ഇനിയെങ്കിലും ആ ചാവുദോഷമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോട്ടെ. ആ പാപകടങ്ങളും ഉത്തിരിപ്പ് കടങ്ങളൊക്കെ പോട്ടെ. പറ്റുന്ന രീതിയിലൊക്കെ പരിഹാരങ്ങളും പ്രാശ്ചിത്തമൊക്കെ ചെയ്യുക. ആ നമ്മൾ വഞ്ചിച്ചെടുത്തവരുടെ കുടുംബാംഗങ്ങളോ സഹോദരങ്ങളോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ പറ്റിച്ച് നിങ്ങളുടെ കുടുംബത്തെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സംഭവം കണ്ടിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതിരുന്ന കുടുംബത്ത് ആ സമ്പത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഇണക്കിളികളെ പോലെ കഴിഞ്ഞിരുന്ന, ഇരട്ട പറ്റവരെ പോലെ കഴിഞ്ഞിരുന്ന സഹോദരങ്ങൾ തമ്മിൽ കൊടിയ ശത്രുത
കൂട്ടിയാലും കൂടാത്ത വിധത്തിലുള്ള അത്രയ്ക്ക് പക വൈരാഗ്യത്തിലേക്ക് പോയി. എവിടെയാ? നിരപരാധിയുടെ കണ്ണുനീര്. അപ്പനായിട്ട് പറ്റിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയത് മക്കൾക്ക് കൊടുത്തു, അപ്പം കടന്നുപോയി. കടന്നു പോകാൻ കാത്തിരുന്നു. ആ നെഗറ്റീവ് എനർജി ഇന്ന് ഇണക്കിളികളെ പോലെ കഴിഞ്ഞിരുന്ന സഹോദരങ്ങൾ തമ്മിൽ കൊടിയ തീർത്താൽ തീരാത്ത വൈരാഗ്യത്തിലും പ്രശ്നത്തിലും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അർഹതപ്പെടാത്ത സ്വത്തോ സമ്പത്തോ അപ്പനപ്പൂപ്പന്മാരായിട്ട് കുടുംബത്തിൽ കയറിയിട്ടുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ? കള്ളസാക്ഷി പറഞ്ഞിട്ടുണ്ടോ? കള്ളൊപ്പ് ഇട്ടിട്ടുണ്ടോ? ഒരൊപ്പല്ലേ അങ്ങ് ഇട്ട് കൊടുത്തേക്കാന്ന് പറയും. പക്ഷേ ഒരൊപ്പിൽ എല്ലാം ഉണ്ട്. ഒരൊപ്പിലാ എല്ലാം ഉള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പോയി കുമ്പസാരിച്ചാൽ പോരെ എന്നൊക്കെ ചെല്ലു ചോദിക്കുക. അതിൻ്റെ പേരെ കള്ള കുമ്പസാരം. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടും പോയി കുമ്പസാരിച്ചാൽ മതി എന്ന് പറയുന്നവരെയും അങ്ങനെ ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാ 10 രൂപ കട്ടെടുക്കുന്നതും 1 ലക്ഷം രൂപ കട്ടെടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുമ്പസാരത്തിൽ പാപമോചനം കിട്ടും. പാപമുണ്ട്, പാപകടവുമുണ്ട്. അതുകൊണ്ട് കാലത്തിനടുത്ത ശിക്ഷയെ ഇളവ് ചെയ്ത് കിട്ടണമെങ്കിൽ, മോചനം കിട്ടണമെങ്കിൽ പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് ദണ്ഡവിമോചനം ചെയ്ത് പ്രാർത്ഥിക്കണം. കഥ എവിടം വരെ പോയി നോക്കി. അടുത്ത വിഷയം ഉൽപ്പത്തി 13:8 വചനം. ഈ സഹോദര സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു. അവിടെയും സ്വത്താ പ്രശ്നം. പലരുടെയും വിചാരം 6 അടി പോരാ, ഇത് മൊത്തം കൊണ്ടുപോകണം. 32 മുറിയുള്ള വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എറണാകുളത്ത് ഒരാൾ എന്നോട് പറഞ്ഞതാ. 32 മുറിയുണ്ട്, പക്ഷേ അച്ഛനും അമ്മയും ഒരു കൊച്ചും മാത്രമേ ഉള്ളൂ. കിടക്കാൻ 6 അടി മണ്ണ് മതി. 6 അടി മതി. പ്രൈസല്ലോ. എത്ര മുറി ഉണ്ടെങ്കിലും കിടക്കാൻ 6 അടി മതി. ഹല്ലേലൂയ. ഇന്ന് എല്ലാം പടുതു കൂട്ടി. എന്നിട്ട് അവസാനം വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് പേടിയായിട്ട് വയ്യ. അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ട്. സ്വന്തം വീട്ടിലോട്ട് കയറിയിട്ട് ആരും ഇല്ലാത്തപ്പോൾ ഭയങ്കരമായ പേടി തോന്നണം, മൂളക്കം തോന്നണം എന്ന് പറഞ്ഞിട്ട്. ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും നിരപരാധിയുടെ കണ്ണുനീരോ രക്തക്കറകളോ അല്ലെങ്കിൽ അർഹതപ്പെടാത്ത വരുമാനമോ സ്വത്തോ സമ്പത്തോ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ടോ, പണിത് കൂട്ടിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്ക്. എങ്കിൽ പരിഹാരം ചെയ്യണം. സഹോദരങ്ങൾ ഇതാ കണ്ണുനീരൊഴുക്കി വേദനിച്ച് കിടക്കുമ്പോൾ അവരോട് ഇങ്ങനത്തെയാണ് പറയാൻ പലതും ഉണ്ടാകും. അവിടെയും കയ്യിലിരിപ്പ് ചിലപ്പോൾ മോശമായിരുന്നിരിക്കാം. പാമ്പിന് പാല് കൊടുത്തതുപോലെ ആയി, പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതാ ജീവിതകാലം മുഴുവൻ ക്ഷമിക്കണം, പൊറുക്കണം, പരിത്യാഗം ചെയ്യണം. അപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. അബ്രഹാം പറഞ്ഞത്. അതുകൊണ്ട് ഇടതുവശമാണ് വേണ്ടതെങ്കിൽ നീ ഇടതുവശം എടുത്തോ, വലതുവശമാണ് വേണ്ടതെങ്കിൽ വലതുവശം എടുത്തോ. ലോത്ത് എന്ത് ചെയ്തു? പറയേണ്ട താമസം. നല്ല സ്ഥലം ജോർദാൻ സമതലം മുഴുവൻ എടുത്തു. പക്ഷേ ജോലി ചെയ്യാതെയും കഷ്ടപ്പെടാതെയും നിലക്കൽ മണ്ണ് സമൃദ്ധിയായിട്ട് വിളവ് കിട്ടി, വരുമാനങ്ങൾ വർദ്ധിച്ചു, ദൈവത്തെ മറന്നു, എല്ലാം നൽകിയ ദൈവത്തെ മറന്നു, ചുളിവിൽ അടിച്ചെടുത്ത ലോത്തും അനുചരന്മാരും. ഇതാ അവസാനം പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് കൂപ്പുകുത്തി ദൈവത്തിന് സഹിക്കാൻ പറ്റാതെയായി. സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും ഇറങ്ങി നശിപ്പിച്ച് കളഞ്ഞ സോദോം ഗൊമോറ. എൻ്റെ അമ്മച്ചി മരിക്കുന്ന 6-7 വർഷമായി അമ്മച്ചി മരിച്ചിട്ട്. മരിക്കുന്നതിന് മുമ്പ് വിശ്വനാട്ടിൽ പോയപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ ശരിക്കും ഉള്ള കാര്യമാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. സോദോം ഗൊമോറ കണ്ടു മോനെ, 100 അടി താഴ്ത്തിയാലും ഇപ്പോഴും വെള്ളം കിട്ടൂല. അത്രക്ക് ഭൂമി ഇങ്ങനെ വിണ്ട് കീറി വരണ്ടോണി കിടക്കണേ. ഒരു കാലത്ത് ഫലപുഷ്ടമായ സമൃദ്ധമായ ജോർദാൻ സമതലമായിരുന്നു ഈ സോദോം ഗൊമോറ എന്ന് പറയുന്നത്. അവിടെ ജീവിച്ച മനുഷ്യരുടെ അകൃത്യം, അനീതി, അസാൻമാർഗികത, ജഡികാസക്തികൾ ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചത്. അത്രക്ക് അസഹ്യമായി തീർന്നു. സോദോം ഗൊമോറയെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഇന്ന് പല കുടുംബങ്ങളിലും അസഹ്യമായ, ദൈവവിരുദ്ധമായ, ദൈവഹിതപ്രകാരമല്ലാത്ത സംസാരങ്ങൾ, വെറുപ്പ്, ഉറക്കം കിട്ടുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, പൊറുക്കാൻ പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. ചത്താലും പോകൂലെന്ന് പറയും, ചത്താലും കയറിപ്പോകരുതെന്ന് പറയുന്നു, കൊന്നുകളയുമെന്ന് പറയുന്നു, മരിച്ചാലും ക്ഷമിക്കൂലെന്ന് പറയുന്നു. എന്നിട്ട് കുമ്പസാരവും കുർബാനസീറിനും ഒക്കെ നടത്തും. ഈ കുമ്പസാരത്തിലൊക്കെ ഇത് വല്ലതും പറയാറുണ്ടോ? അതാ പറയേണ്ടത്. ഇനി മുതലെങ്കിലും പറയും. സുഭാഷ 28:13 തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാകില്ല, ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കൂ. സഹോദരങ്ങളോട് രമ്യതപ്പെടണം, മാപ്പ് ചോദിക്കണം. ചിലപ്പോൾ അവർ ക്ഷമിക്കുന്നില്ലായിരിക്കാം, എന്നാലും നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണ്ടേ. ദൈവം നമ്മളെ അഭിവൃദ്ധിപ്പെടുത്തും, ഉയർച്ച തരും. പ്രൈസലോ. ഇതാ നമ്മൾ കാണുന്നുണ്ട് അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും സംഭവത്തിൽ. അബ്രാമിനെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തി. സഹോദരന്മാരെല്ലാം ചുളിവിൽ അടിച്ചെടുത്തു. എല്ലാം ചുളിവിൽ കിട്ടിയവരെ അടിച്ച് തകർന്നു പോയ അവസ്ഥകൾ വീണ്ടും കാണുന്നു. നമ്മൾ
മലാക്കി 2:10 പറയുകയാണ്, നമുക്കെല്ലാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത്, ഒരേ ദൈവം തന്നെയല്ലേ നമ്മെ സൃഷ്ടിച്ചത്. എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിയുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് നാം എന്തിനു പരസ്പരം അവിശ്വസ്തത കാണിക്കുന്നു? ഏത് സഭയിൽപ്പെട്ടതായാലും, ഏത് റീത്തിൽപ്പെട്ടതായാലും, ഏത് ജാതിയിലും മതത്തിലും വർഗത്തിലും പെട്ടതായാലും യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചില്ല. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികൾ എന്ന് അവിടെ ജീവിതം കണ്ടിട്ട് അപ്പോസ്തലപ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജീവിത രീതി കണ്ടിട്ട് ക്രിസ്ത്യാനികളെന്ന് മറ്റുള്ളവർ വിജാതീയർ അവരെ വിളിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് നമ്മൾ എന്ത് വിളിക്കും? നമ്മുടെ ജീവിതം നോക്കിയിട്ട് വിളിച്ചാൽ അങ്ങനെ വിളിക്കാൻ പറ്റുമോ? പേര് കൊണ്ട് നമ്മൾ ക്രിസ്ത്യൻസ് ആയിരിക്കാം. പ്രൈസലോ. ഇന്ന് വിശ്വാസം കൊണ്ട് ക്രിസ്ത്യൻസിനേക്കാൾ മുന്നിലാണ് പല വിജാതീയരായ മക്കളും. അങ്ങനെയുള്ള പലരെയും എനിക്കറിയാം. ക്രിസ്തു അവരിലുണ്ട്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്ത, യേശു എന്ന് പറഞ്ഞാൽ ഏകരക്ഷകൻ, ദൈവം രക്ഷിക്കുന്നു, ഇതെല്ലാമാണ് അർത്ഥം. യഹോശുവ എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇതാ പരസ്പരം എന്തിന് അവിശ്വസ്തത കാണിക്കുന്നു എന്ന വചനം ചോദിക്കുന്നത്. പറയാൻ പലതും ഉണ്ടായിരിക്കാം. പല നുണയുടെ പ്രസ്താവനകളും നുണയുടെ ദുരാത്മാക്കളും പിടിച്ചു നിൽക്കാൻ വേണ്ടി പല അശുദ്ധമായ വാക്കുകളും പറഞ്ഞു പെരുപ്പിച്ച്, തല്ലാൻ പറ്റിയില്ലെങ്കിൽ, ചീത്ത വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നത്തെ കാര്യമാണ് കഥകൾ പെരുപ്പിച്ച് പറഞ്ഞു ഉണ്ടാക്കി അവരെ തേജോവധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഓർത്തോ, നിങ്ങളാരെ തേജോവധം ചെയ്തോ അവരെ സൃഷ്ടിച്ച ദൈവം നോക്കിയിരിപ്പുണ്ട്. ഇതാ നിങ്ങളെ ആര് തേജോവധം ചെയ്തോ അവരെയും നിങ്ങളെയും നോക്കിയിരിക്കുന്ന, അളക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഹൃദയം അത് മനസ്സിലാണെങ്കിൽ 139 സങ്കീർത്തനം മൊത്തം എടുത്ത് വായിച്ചോ. പ്രൈസലോ. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങൾ വേദനിപ്പിച്ചതോർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരുണ്ടെങ്കിൽ മത്തായി 5:23 പറയുന്നുണ്ട്, നീ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് കാഴ്ചയുമായിട്ട് വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ച് പോയി രമ്യതപ്പെട്ടു വന്ന് ബലിയർപ്പിക്കുക. അത്രയ്ക്ക് ബലി പോലെ തന്നെ അതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ രമ്യതപ്പെടുക. സഹോദരൻ്റെ മക്കളുടെ കല്യാണം വന്നപ്പോൾ സഹോദരിമാരെയും സഹോദരങ്ങളെ ആരെയും കൂട്ടിയില്ല. മറിച്ച് വിൻസെൻ്റ് പോൾ, ഫാമിലി യൂണിറ്റ്, കേന്ദ്ര സമിതി, പാരിഷ് കൗൺസിൽ, അയൽവക്കത്തുള്ള സകല ആൾക്കാരെയും വിളിച്ചു കൂട്ടി. സ്വന്തം കൂടപ്പറപ്പങ്ങളെ മാത്രം കൂട്ടിയില്ല. ഇത് വിശുദ്ധമാണെന്ന് പറയാൻ പറ്റും. ഒരു മംഗളകർമ്മം കുടുംബത്ത് നടക്കണേണ്. പക്ഷേ പിന്നീടോ ആ വാശി പിടിച്ച വ്യക്തി മരിച്ച് കഴിഞ്ഞപ്പോൾ, മരിക്കാതെ കിടന്ന് ബോധമില്ലാതെ കിടന്നപ്പോൾ ഓരോരുത്തരെയായിട്ട് എല്ലാവരെയും വീട്ടുകാർ വിളിച്ചു വരുത്താനും കൂട്ടാനും കാണിക്കാനും തൊടിയിക്കാനും വെള്ളമിട്ട് കൊടുക്കാനും വീട്ടിൽ കയറ്റാനും തുടങ്ങി. ഇന്ന് അവരെല്ലാം കയറി മറിയുന്ന അവസ്ഥ. ആരെ മാറ്റി നിർത്തും? അത്രക്ക് അറപ്പും വെറുപ്പും താണ്ടുന്ന ആ കാലമൊക്കെ പോയി. അറപ്പും വെറുപ്പും പറഞ്ഞ് താണ്ടി പണത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ നമ്മളെക്കാൾ മെച്ചപ്പെട്ടതുകൊണ്ട് പല കേസുകൾ അസൂയാണ്. ഒരാൾ ഉയർന്നത് കാണുമ്പോൾ ഒരുവനുയർന്നു വന്നാൽ മനസ്സിലാതിയായി അവനുമേലസൂയമൂത്തു കഥമെനഞ്ഞു നാം ഹിതകരമായ വചസാൽ പഴി പറയുവതേതു നിമിഷം ഈശോ നാദാ കനിവാർന്നു മാപ്പുതരൂ നീ. ഒരുവൻ ഇങ്ങ് ഉയർന്നു പോയാൽ തീർന്ന് കഥ. നമ്മുടെ വെടിവിട്ട് പോയാൽ അവനെ എങ്ങനെ അടിച്ചമർത്താം? നമ്മൾ താഴെ പോകുക, അല്ലെങ്കിൽ നമ്മൾ മോളിൽ പോകുക. എന്തെല്ലാം കഥകളാ. പണ്ട് അങ്ങനെയായിരുന്നു, പണ്ട് ഇങ്ങനെ. ആരാ എല്ലാം തികഞ്ഞവരുള്ളവർ? അതുകൊണ്ട് ദൈവമേ, ദൈവത്തോർത്ത് അതെല്ലാം വിട്ട് കർത്താവെ, ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ വചനം കേൾക്കുന്നവർ, ഞങ്ങളിൽ പലരും ദർശനവും പ്രവചനവും വിസയും കല്യാണവും ജോലിയും വീടും പറമ്പ് വിൽപ്പനയും കടബാധ്യത മാറാനും മക്കൾക്ക് ജോലി കിട്ടാനും ഒക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഞങ്ങളിൽ ആരും രമ്യതപ്പെടാനുണ്ടോ, ക്ഷമിക്കാനുണ്ടോ, മാറ്റം വരുന്നത്? അപ്പൻ്റെ വീട്ടുകാർ, അമ്മയുടെ വീട്ടുകാർ, അല്ലെങ്കിൽ സ്വന്തം കൂടപ്പറപ്പങ്ങൾ, മരിച്ചുപോയ സഹോദരങ്ങൾ, അവരുടെ മക്കൾ ഇന്ന് ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയില്ല.
ഇല്ല. ഇവിടെ എല്ലാം കർത്താവെ തീർത്താൽ തീരാത്ത, മാറ്റിയാൽ മാറാത്ത തരം കറകൾ, പാപക്കറകൾ, വെറുപ്പ്, ദുർഭാഷങ്ങളെല്ലാം നടത്തിപ്പോയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചു പോയവരുണ്ട്. ദൈവമായ കർത്താവെ പരിശുദ്ധാത്മാവിലൂടെ യേശുവിൻ്റെ തിരു രക്തം തളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ഐക്യപ്പെടുത്തി പ്രാർത്ഥിക്കുക. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു വഴിക്ക് വേണ്ടി, ഒരു മരത്തിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഒപ്പിൻ്റെ കാര്യത്തിൽ, കർത്താവെ അല്പം പണത്തിൻ്റെ പേരിലൊക്കെ ഞങ്ങൾ ആ രക്തബന്ധം എല്ലാം മറന്ന് അറുത്ത് മുറിച്ച് ആക്രോശിച്ച് നാണം കെടുത്തി ഇന്നും ചിലർക്കൊന്നും സ്വസ്ഥതയില്ല. കാണുന്നവരെയൊക്കെ പിടിച്ചു നിർത്തി പറയും. അത് തന്നെ കുറ്റബോധം കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതാ മാപ്പ് കൊടുക്കൽ നിങ്ങളെ പിടിമുറുക്കുന്നത് കൊണ്ടാണ് പിന്നെയും പറയുന്നത്. കർത്താവെ, ഈ വചനം കേൾക്കുന്നവർ സ്വന്തം ഞങ്ങൾ ഈ അവസ്ഥയെ മരിച്ചുപോയ ഞങ്ങളുടെ ആത്മാവ് പോലും സഹോദരനെ വെറുക്കുന്നതും കൊലപാതകയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങളും നടക്കുന്നില്ല. അതിന് പകരം പറയും അവരെന്തോ കൂടോത്രം ചെയ്ത് വെച്ച് അവരങ്ങനത്തെവരാ, ഇവരിങ്ങനത്തെവരാണ് എന്ന് പറഞ്ഞ ഒരു തരം എസ്കേപ്പിസം. കർത്താവെ, ഞങ്ങളാണ് അവരെക്കാൾ വലിയ മന്ത്രവാദത്തിനേക്കാൾ വലിയ പാപം, വെറുപ്പിൽ കൂടെ ഇതെല്ലാം ഉണ്ടാവുന്നത്. ഹേറ്റ്രഡ് ഈസ് ആൻ ആസിഡ്, ഇറ്റ് കൊറോഡ്സ് ദ കണ്ടെയ്നർ. ദൈവമേ, ഈ വചനം കേൾക്കുന്നവർ നാളുകളായി സ്വന്തം കൂടപ്പറപ്പങ്ങളെ ഒന്ന് കണ്ടിട്ട് മിണ്ടിയിട്ട് എവിടെയെങ്കിലും കണ്ടാൽ പെടൽ തിരിച്ചു പോകുന്നു. ഇന്ന് അസ്ഥികൾക്ക് തേയ്മാനമാണ്, മൈഗ്രെയിൻ മാറുന്നില്ല, സൈനസിൻ്റെ കംപ്ലൈൻറ്റ് മാറുന്നില്ല, തേയ്മാനം മാറുന്നില്ല, തണ്ടല് വേദനയാണ്, അൾസർ, ഉള്ളിലൊക്കെ വേദന, മുഴ, ഇതൊക്കെയായിട്ട് തലയുടെ ഉള്ളിൽ പെരുമ്പറ കിട്ടുന്ന അവസ്ഥ. എന്നിട്ടും കർത്താവെ, പോകാത്ത ആശുപത്രി, കയറിയിറങ്ങാത്ത സ്ഥലങ്ങൾ, കഴിക്കാത്ത മരുന്നുകളില്ല. യേശുവേ, ഇന്ന് ഈ വചനം കേട്ട് നല്ലൊരു കൗൺസിലിങ്ങിലൂടെ, നല്ലൊരു കുമ്പസാരത്തിലൂടെ കടന്നു വന്ന് വചനം കേട്ട് ഞങ്ങളെ ഒറ്റയടിക്കും പടിപടിയായിട്ടും വിശുദ്ധീകരിച്ചെടുക്കാൻ ഞങ്ങളെ തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ മറിയം സമർപ്പിച്ചതുപോലെ ഈ വചനം കേട്ടിട്ട് ഇതിലേ പോകുന്നവരായി തീരാതെ കർത്താവെ, ഇവിടെ ഒത്തിരി പേര് ഇതുപോലെ വിളിക്കുകയും വരികയും പറയുകയും വിളിച്ചു ചോദിക്കുകയും പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്ത അവസരങ്ങളിൽ അവരുടെ മുഴകൾ ഈശോ മാറ്റിക്കളെ, ക്യാൻസർ പോലും മാറിപ്പോയ, ഡോക്ടർമാർ കൈകൂട്ടി പിടിച്ച് നിന്ന, കിഡ്നി രോഗങ്ങൾ മാറിപ്പോയ, കിട്ടത്തില്ല എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ കിട്ടി, അവയവങ്ങൾ കാണുന്നില്ല എന്ന് വയറ്റിൽ വെച്ച് സ്കാൻ ചെയ്തിട്ട് കിട്ടിയ റിപ്പോർട്ട്, വളർച്ചയില്ലെന്ന് പറഞ്ഞത്, കർത്താവെ ഓപ്പറേഷൻ ചെയ്താലും മാറൂലെന്ന് പറഞ്ഞ നടുവേദന, കഴുത്തിൻ്റെ തേയ്മാനം, അപകടത്തിലുണ്ടായ ആഘാതങ്ങളൊക്കെ മാറി പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കാൻ മാറ്റങ്ങൾ വന്ന സംഭവങ്ങളുണ്ടല്ലോ. യേശുവെ, ഇതുപോലെ ഈ വചനം കേൾക്കുന്നവർ വെറുപ്പൊക്കെ മാറ്റി ക്ഷമിച്ചാൽ പിശാച് വിട്ടുപോകും. ഇപ്പോൾ മുതൽ പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുക്കണം. യേശുവിൻ്റെ രക്തം കൊണ്ട് ഭാര്യ ഭർത്താവിനോട് വെറുപ്പ്, ഭർത്താവ് ഭാര്യയോട് വെറുപ്പ്, മാതാപിതാക്കളും മക്കളോട് വെറുപ്പ്, സഹോദരങ്ങൾ തമ്മിൽ വെറുപ്പ്, ഞങ്ങൾ എന്തെല്ലാം വേദം പറഞ്ഞാലും, എന്തെല്ലാം പുണ്യം ചെയ്താലും, ഏതെല്ലാം പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്താലും, ഏതെല്ലാം സഭാവിഭാഗത്തിൽ അംഗങ്ങളായിരുന്നാലും, കർത്താവെ, ഞങ്ങളുടെ വചനം ഇല്ല എങ്കിൽ കർത്താവെ എന്ന് വിളിക്കുന്നവനാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ മത്തായി 7:21 വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഞങ്ങൾ 100,000 തവണ കേട്ടതാണ്. കർത്താവെ, ഇപ്പോൾ ഇന്നീ വചനത്തിലൂടെ ഈ 40 മിനിറ്റ് സമയം ഞങ്ങളിത് കേട്ടപ്പോൾ കർത്താവെ, ആർക്കെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ആർക്കൊക്കെയോ വേണ്ടിയാണല്ലോ സംസാരിച്ചത്. കർത്താവെ, ഭൂമിയും പറമ്പും സ്ഥലവും എല്ലാം പോയെങ്കിൽ അത് പോട്ടെ, തന്നില്ലെങ്കിൽ തരണ്ട. എൻ്റെ അപ്പം വചനം കേട്ടിട്ട് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് രമ്യതപ്പെടാനുള്ളവരോട് അങ്ങോട്ട് പോയി കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് കൊടുത്ത പുലിവീരനായ, ആരും നേരെ നിൽക്കത്തില്ല, വെട്ടൊന്നും തുണ്ടനുണ്ട്, വചനം കേട്ടപ്പോൾ അങ്ങോട്ട് ഉപേക്ഷിച്ച് അങ്ങോട്ട് ക്ഷമ ചോദിച്ചു. അപ്പോൾ പ്രാന്താണെന്ന് വരെയും പറഞ്ഞ അവസ്ഥകളുണ്ട് വചനം കേട്ട്. പക്ഷേ ദൈവം ഞങ്ങളെ വെച്ചടി ഉയർത്തി. അതുകൊണ്ട് ജീർണതകളൊക്കെ മാറി, നോക്കി നിന്ന നേരം കൊണ്ട് ദൈവം പണിതുയർത്തി, നിധി കിട്ടി എന്ന് പറയാൻ തുടങ്ങി. ഇതാ അതിലും വലുത് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ കിട്ടിയവർ ഈ കൂട്ടത്തിൽ ഇത് കേൾക്കുന്നുണ്ടാകാം. പക്ഷെ അവിടം കൊണ്ടൊന്നും തീരത്തില്ല. ഇനിയും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്ക്, അനുഗ്രഹിക്ക്, അവർക്ക് നന്മ ചെയ്യ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, ഉപവിപ്രവൃത്തികൾ ചെയ്യ്, കണ്ടില്ല എന്ന് മുഖം മറക്കല്ലേ, പ്രേക്ഷിത വേല ചെയ്യ്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഈ കേൾക്കുന്ന സ്ഥലങ്ങളിൽ, ഈ വ്യക്തികളിൽ, ഈ ഭവനങ്ങളിൽ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഗൂഢതന്ത്രങ്ങൾ, പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ കർത്താവ്. എന്നിട്ട് മന്ത്രം സ്ഥലദോഷം ഇതെല്ലാം പറഞ്ഞ് ഓടി നടക്കുക. പിശാചങ്ങൾ
ഞങ്ങളെ കബളിപ്പിക്കുകയാണ് കർത്താവെ. അതിനേക്കാൾ വലുതാണല്ലോ കൂടപ്പറപ്പങ്ങൾ തമ്മിലുള്ള വെറുപ്പഴിയുമ്പോൾ പിശാച് വിട്ടുപോകും. സകല അശുദ്ധിയും സകല ദുരാത്മാവും സകല മന്ത്രവും തന്ത്രവും വിട്ടുപോകും. യേശുവിൻ്റെ രക്തം തിരിച്ചറിയേണ്ടത് തിരിച്ചറിയാൻ കൃപ കൊടുക്കണമേ. മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തുമ്പോൾ ബാക്കിയുള്ളതെല്ലാം മാറുമെന്നുള്ള ബോധ്യം കൊടുക്കണമേ. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാശിയുടെ പുറത്ത് പിടിച്ചു നിൽക്കാനാ പറയാൻ പറ്റിയതിൻ്റെ അപ്പുറം അവരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ മരിച്ചു പോയിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. ഇപ്പോഴും ആ കെട്ടുകൾ കേസുകളും കോടതികളുമായിട്ട് കഴിയുകയാണ്. കർത്താവിൻ്റെ തിരുരക്തം അവരുടെ മേൽ ഞങ്ങളുടെ മേൽ ഒഴിയട്ടെ കർത്താവെ, ഒഴിഞ്ഞു പോകട്ടെ. കർത്താവിൻ്റെ തിരുരക്തം വഴി അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. മത്തായി 10:8 വചനത്താൽ, ന്യായാധിപന്മാർ 15:14 വചനത്താൽ, സങ്കീർത്തനം 146:7 വചനത്താൽ അവയെല്ലാം ബന്ധിക്കണമേ. യോഹന്നാൻ 8:32 വചനം വഴി വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, സത്യത്തിൻ്റെ പാതയിൽ ദൈവത്തിൻ്റെ വഴിയെ ചേർന്ന് നിന്നതുപോലെ കൂപ്പുകരങ്ങളുമായി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന അമ്മ സമർപ്പിച്ചതുപോലെ വിശുദ്ധിയുടെ നർമ്മണം പരത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതവും അമ്മയുടെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എളിമയുടെ മാതൃക, ക്ഷമയുടെ മാതൃക സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദരർ ഏകമനസ്സോടെ യോജിച്ചു വസിക്കാനുള്ള കൃപ കൊടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത അറിയാത്ത മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് പ്രേക്ഷിത വേലകളിൽ പങ്കുകാരാകുമല്ലോ. തുടർന്നുള്ള പ്രോഗ്രാമുകളും വീഡിയോകളും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങളുടെ കമൻസ്, ഷെയർ, സബ്സ്ക്രൈബ് ഇവയിലൂടെ സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ പ്രോഗ്രാമുകളിൽ പങ്കുകാരാകാം. വാട്സാപ്പിലൂടെയോ ഫോണിലൂടെയോ സാധിക്കുന്ന രീതിയിൽ യൂട്യൂബ് കമൻസിലൂടെയോ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. സാധിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഈ മിനിസ്ട്രിക്ക് വേണ്ടി, ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.